ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നർച്ചർ ടോക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. നമുക്കിന്ന് കണ്ണാടികളൊക്കെ എങ്ങനെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കാമെന്ന് നോക്കാം. വീട് എത്ര ക്ലീൻ ചെയ്തിട്ടാലും കണ്ണാടികൾ ക്ലീൻ അല്ലെങ്കിൽ വീട് വൃത്തിയാവാത്ത പോലെ തന്നെ തോന്നും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന കണ്ണാടി പോലെ തന്നെ എത്ര പഴക്കമുള്ള കണ്ണാടിയും ക്ലീൻ ചെയ്ത് വയ്ക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി ഇടാം. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ കണ്ണാടി കണ്ടില്ലേ, നിറയെ പൊടികളും കൈയുടെ പാടുകളും ഒക്കെ ഉണ്ട്. ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ണാടി ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടാവും, അവർ കൈ കൊണ്ട് തൊടുകയൊക്കെ ചെയ്യുമല്ലോ. കണ്ണാടി നമുക്ക് പല രീതിയിൽ വൃത്തിയാക്കി എടുക്കാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് നല്ല എളുപ്പത്തിലുള്ള 3 രീതികളാണ്. ആദ്യത്തെ രീതി വളരെ സിമ്പിളാണ്. കണ്ണാടിയിലോട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വെറും പച്ച വെള്ളമാണ്. ഇനി ഞാനിവിടെ ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഇത് 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ടിഷ്യൂവിന് പകരം ന്യൂസ് പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതേ രീതിയിലൊന്ന് മടക്കി എടുത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കണം. കണ്ണാടി തുടയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എസ് രീതിയിലാണ് നമ്മൾ തുടച്ചെടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെ റൗണ്ടായിട്ടിട്ട് കണ്ണാടി തുടയ്ക്കരുത്. ഇതുപോലെ തുടച്ചെടുക്കണം. ഇങ്ങനെ തുടയ്ക്കുന്നത് നമ്മൾ കണ്ണാടി തുടയ്ക്കുമ്പോൾ കണ്ണാടിയിലെ പൊടി ടിഷ്യൂ പേപ്പറിലും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ ആയി വരും. അത് പിന്നെ ഇങ്ങനെ മുകളിലോട്ട് റൗണ്ടായിട്ട് തുടച്ച ഭാഗത്ത് തന്നെ നമ്മൾ പൊടിയിട്ട് പിന്നെയും തുടയ്ക്കുകയാണ്. അപ്പോൾ ക്ലീനായി കിട്ടില്ല. ഇങ്ങനെ എസ് ആയിട്ട് തുടച്ചാൽ നമ്മൾ തുടച്ച ഭാഗത്തോട്ട് പിന്നെ പോയില്ലല്ലോ. അപ്പം നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും. പോകാത്ത പാടിൻ്റെ അവിടെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഈ കോർണറിലൊക്കെ നമുക്ക് താഴോട്ട് തുടച്ചെടുക്കാം. കണ്ണാടി നോക്കിയേ, നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. ടിഷ്യൂ പേപ്പറിന് പകരം ന്യൂസ് പേപ്പർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അടുത്ത രീതി എന്ന് പറഞ്ഞാൽ കടകളിലൊക്കെ നമുക്ക് മിറർ ക്ലീനിങ് ലിക്വിഡ് വാങ്ങാൻ കിട്ടും. അതുപോലത്തെ തന്നെ ലിക്വിഡ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലോട്ട് 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ വൈറ്റ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇതുപോലത്തെ സാധാരണ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹൈ ക്വാളിറ്റി തന്നെ വാങ്ങണമെന്നില്ല, വില കുറഞ്ഞതും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു കപ്പിൽ അളർന്നിട്ട് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതേ കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മിറർ ക്ലീനിങ് ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ തുടയ്ക്കാനുള്ള കണ്ണാടിയിലോട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും തുണി കൊണ്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസിൻ്റെ ഷേപ്പിൽ തുടച്ചെടുക്കുക. അപ്പോൾ ഓക്കെ, നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി അടുത്ത രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പൗഡറാണ്. ഞാനിപ്പോൾ ബേബി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഏത് പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ കണ്ണാടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തുടയ്ക്കുന്നത് എളുപ്പമാണ്. വലിയ കണ്ണാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ കണ്ണാടി തുടച്ചതിന് ശേഷം ബാക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ ഈ കണ്ണാടിയുടെ പുറത്തോട്ട് കുറച്ച് പൗഡർ വിതറി കൊടുക്കാം. ഇത്രയൊന്നും വേണ്ട, ഞാൻ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയതാണ്. ഇനി ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. അതിനുശേഷം തുണിയിൽ കുറച്ച് വെള്ളം മുക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കാം. കണ്ണാടി നല്ല ക്ലീനായിട്ട് കിട്ടും. ഇനിയും പല രീതികളുണ്ട്, പക്ഷേ ഇത് 3ആണ് ഏറ്റവും എളുപ്പം. കണ്ണാടി നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.